ഇപ്പൊ പൊതുവെ നമ്മൾ പറയാറുണ്ട്, ഇപ്പൊ നമ്മള് നോർമലി നമ്മുടെ സക്സസ് സ്റ്റോറീസ് പറയാറുണ്ട് ഫാമിലി സപ്പോർട്ടഡ് മീ എന്ന് പറഞ്ഞാൽ. പക്ഷെ നോർമലി ഫാമിലി സപ്പോർട്ട് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് മേ ബി ബൈ ദ വേർഡ്സ് അങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷെ ഇവിടെ ഒരു ഫാമിലി മൊത്തത്തിൽ ഒരു മൂവിക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുവാണ്. സോ വാട്ട് ഡു യു ഫീൽ അബൌട്ട്? ഓ യെസ്, വെരി ഇൻസ്പയറിങ്. കാരണം നമ്മൾ ഒരു പക്ഷേ കണ്ട് പരിചയമില്ലാത്തൊരു കാര്യമല്ലേ. ഒന്നുകിൽ എന്താണ് ഹസ്ബൻഡ് അല്ലെങ്കിൽ ഒരു മെയിൽ പേഴ്സൺ ആയിരിക്കും ഫിലിം ഫീൽഡിൽ ഉണ്ടാവുക. വൈഫ് വുഡ് ബി സപ്പോർട്ടിങ് വേറെ ജോലി. ഷീ ഈസ് എൻ അമേസിങ് ടീച്ചർ ബൈ ദ വേ. സോ അപ്പാർട്ട് ഫ്രം ഹർ എന്താണ് വർക്ക് in teaching, she runs a center. അതായത് 9th മുതലുള്ള 12th വരെയുള്ള കുട്ടികളെ അവരുടെ മാത്സ് ആൻഡ് സയൻസ്, അപ്പൊ അത്രയും ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരാളാണ്. സോ അലോങ് വിത്ത് ദാറ്റ് the way I've seen her, I've been there in there. അവരുടെ വീട്ടിൽ ഒരു അംഗത്തെ പോലെ ഉണ്ടായിട്ടുള്ളതാണ്. അപ്പം അവരതിനെ സപ്പോർട്ട് ചെയ്യുന്നത് കാണുമ്പം ഇറ്റ്സ് വെരി വെരി ഓവർവെൽമിങ്. ആൻഡ് മകള് അനുപ്രിയ, ഇതിന്റെ ക്രിയേറ്റീവ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള മോളെ ഞാൻ ചെറുപ്പം മുതൽ കാണുന്നതാണ്. അപ്പം നന്നായി. മറ്റൊരു വിഷയം പറയാനുള്ളത്, നമ്മൾ പലപ്പോഴും നന്നായി പഠിക്കുന്നു, നല്ല മാർക്ക് വാങ്ങുന്ന കുട്ടി, അപ്പോൾ എഞ്ചിനീയറിംഗ് മറ്റേതിനൊക്കെ വിടണം എന്നല്ലേ. ബട്ട് വെൻ ഷീ ഹാസ് എ പാഷൻ ഫോർ മൂവീസ്, അച്ഛൻ ഇതിൻ്റെ അകത്ത് ഇത്രയും വർഷങ്ങളായിട്ട് സ്ട്രഗിൾ ചെയ്ത് നിൽക്കുമ്പോഴും ആ പാഷൻ്റെ അതിലേക്ക് വിടാനും അതിനെ സപ്പോർട്ട് ചെയ്യാനും അതിനുവേണ്ടി ഇങ്ങനെ ഒരു മൂവി ഒരുക്കുകയൊക്കെ ചെയ്യുമ്പം ഇറ്റ് ഈസ് നോട്ട് സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. ദാറ്റ് ഈസ് ദ കറേജ് ഈ ഫാമിലി. എല്ലാവരും നെഗറ്റീവ് ആയിരുന്നു, ബിക്കോസ് ഹസ്ബൻഡ് ഇത്ര കാലം സ്ട്രഗിൾ ചെയ്തിട്ടൊന്നും ആയില്ലല്ലോ, പിന്നെ എങ്ങനെയാ മോൾ അതിലേക്ക് പോകുന്നത്. ഈവൻ മൈ പാരൻസ്, ഹിസ് പാരൻസ് ആർ ഓൾ അഗെയിൻസ്റ്റ് ഇറ്റ്. പക്ഷേ വി വാണ്ടഡ് ടു സപ്പോർട്ട്. അവർക്ക് എന്താണോ താല്പര്യം ചെയ്യാൻ, സപ്പോർട്ട് ഇട്ട് അവൾ ചെയ്യുക. ബിക്കോസ് എൻ്റെ സ്റ്റുഡൻസ് എൻ്റെ അടുക്ക വരുന്നത് കുറേ സ്വപ്നങ്ങളായിട്ടായിരിക്കും. പക്ഷേ അക്കാഡമിക്സ് മാത്രമല്ല, അവർ ഫിസിക്സ് ആയിക്കോട്ടെ, കെമിസ്ട്രി ആയിക്കോട്ടെ, മാത്സ് ആയിക്കോട്ടെ, എന്ത് ചെയ്താലും അവരുടെ ആ ഒരു സ്വപ്നമുണ്ട്. അതിലേക്കും കൂടി ഒന്ന് ഇവരെ വഴി തിരിക്കണം എന്നുള്ളതും കൂടിയാണ്. പാരന്റ്സ് ഫെയിൽ ആവുന്ന ആ ഒരു സ്ഥലത്താണ്. അപ്പൊ നമ്മളൊരു എൻകറേജ്മെന്റ് ഹോം അമ്മേ ഫ്രം കുട്ടികളൊന്ന് മാറ്റി നിർത്തി ചിന്തിക്കുക. ഓക്കെ, അക്കാഡമിക്സ് ആവറേജ് അബവ് ആവണം. അതിൻ്റെ കൂടെ നിങ്ങൾക്കാണ് എല്ലാ ദിവസവും രാവിലെ എണീക്കുമ്പോൾ എന്താ ചെയ്യാൻ താല്പര്യം, അത് എല്ലാ ദിവസവും ചെയ്തു വരുമ്പോൾ യു വിൽ ഓട്ടോമാറ്റിക് എക്സൽ ഇൻ ഇറ്റ് ബിക്കോസ് യു ലൈക്ക് ഡൂയിങ് ഇറ്റ്. സോ അവരെ പുഷ് ചെയ്യാതെ ഇരിക്കുക. അങ്ങനത്തെ ഒരു അവർക്ക് ഇഷ്ടമില്ലാത്ത ഫീൽഡിൽ ഇന്നും എൻ്റെ അടുത്ത് കുറേ പേര് വരും, നമ്മൾ ഈ കീം എക്സാം ആയിക്കോട്ടെ, നീറ്റ് എക്സാം ആയിക്കോട്ടെ, അത് എഴുതാൻ താല്പര്യമില്ല, പക്ഷെ എഴുതിയാൽ മതിയാവും. അപ്പോൾ അങ്ങനെ മാറി ചിന്തിക്കാൻ, ലെറ്റ് ദം ഡു വാട്ട് ദേ വാണ്ട്. 12th കഴിഞ്ഞിട്ട് നിങ്ങൾ അവർക്ക് സാവകാശം കൊടുക്കുക, വാട്ട് ദേ വാണ്ട് ടു ഡു. എന്നിട്ട് അതിലേക്ക് ജസ്റ്റ് സപ്പോർട്ട് ദം, ദേ വിൽ എക്സെൽ. ആരും ഫെയിൽ ആവില്ല, ബട്ട് ജസ്റ്റ് സപ്പോർട്ട് ദം വാട്ട് ദേ വാണ്ട് ടു ഡു. ആ ഒരു ഇതിലും കൂടി. സോ വി ഡിഡ് ദാറ്റ് ഫോർ അവർ ഡോട്ടർ. ഷീ ഈസ് എൻജോയിങ് ദ വർക്ക്. അവർക്ക് ഭയങ്കര താല്പര്യമുണ്ട് എല്ലാ ഫീൽഡിലും. മൂവി മേക്കിങ്ങിൻ്റെ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും നമ്മൾ എല്ലാവരും വർക്ക് ചെയ്തിട്ടുണ്ട്. കോസ്റ്റ്യൂംസ് മുതൽ ആർട്ട് മുതൽ ആക്ടിങ് വരെ ഒന്നും ആരും ഇല്ലാതെ അവൈലബിൾ ആകുമ്പോൾ ഞാനും ഇരുന്നുണ്ട്, ജസ്റ്റ് ബി ദേർ ഇൻ ദ, ബിക്കോസ് ഒരാൾ വേണം, അപ്പോൾ ആൾ അവൈലബിൾ അല്ല. സോ ലൈക്ക് ദാറ്റ് വി ഓൾ ചിപ്ഡ് ഇൻ. ഇനി നിങ്ങൾ കണ്ടിട്ട് തീരുമാനിക്കുക ഹൗ ദ മൂവി ഹാസ് കം ഔട്ട്. ഇപ്പൊ സുമന് ഇതില് ലിറിസിസ്റ്റും ഒരു ക്യാരക്ടറും ചെയ്തിട്ടുണ്ടെന്നല്ലേ, ആ ക്യാരക്ടറിനെ പറ്റി ഒന്ന് പറയാമോ? ക്യാരക്ടർ ഒരു പർദ്ദ പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റോറിയിലെ ക്യാരക്ടറാണ്. അത് ഒരു 20-22 വയസ്സുള്ള ഒരു കുട്ടിയുടെ ആസ്പയറിങ് ആയിട്ടുള്ള ഒരു അംബിഷ്യസ് ആയിട്ടുള്ള ഒരു കുട്ടിയുടെ അമ്മയായിട്ടാണ് ചെയ്തിട്ടുള്ളത്. വളരെ അമ്മയും മകളും തമ്മിലുള്ളൊരു ബന്ധം ഉണ്ടല്ലോ, എപ്പോഴും ആ ഒരു ഏജിലെ അമ്മയും മകളും തമ്മിലുള്ളൊരു ബന്ധം വളരെ കോൺഫ്ലിക്റ്റ് ഉണ്ടാവും. പല പല ഇമോഷൻസിലൂടെ കടന്നു പോവാണ്. പ്രത്യേകിച്ചും ഈ ക്യാരക്ടറിന് ഹസ്ബൻഡ് മരിച്ചു പോയതാണ്. അപ്പം 2 കുട്ടികളെ, സിംഗിൾ മദർ, 2 കുട്ടികളെ, സൊസൈറ്റി, അങ്ങനെ കുറേ കോൺഫ്ലിക്റ്റിലൂടെ കടന്നു പോകുന്ന ഒരു അമ്മയും മകളും, മകളുടെ ആഗ്രഹങ്ങളും അത് തമ്മിലുണ്ടാകുന്ന കുറേ കോൺഫ്ലിക്ട്സ് ഉണ്ടല്ലോ. അതിലൂടെ നല്ലൊരു മെസ്സേജ് ആയിട്ട് വരുന്നുണ്ട്. എല്ലാ മൂവിയിലും ഒരു സോഷ്യലി റെലവെന്റ് മെസ്സേജ് ഉണ്ട്. ദാറ്റ് ഈസ് അപ് ടു യു, ദ വേ യു ടേക്ക് ഇറ്റ്. നമ്മളൊന്നും അതിനെ ജസ്റ്റിഫൈ ചെയ്യുന്നില്ല, ജഡ്ജ് ചെയ്യുന്നില്ല. യു ക്യാൻ ടേക്ക് ഇറ്റ് ദ വേ യു വാണ്ട്, ബട്ട് ദെർ ഈസ് സംതിങ് ടു തിങ്ക് അബൌട്ട് ആഫ്റ്റർ എവറി മൂവി.